ഓക്കെ. ഒരു ട്രേഡറെ ലൈക്ക് ആകെ ഒരു ദിവസം പ്രോഫിറ്റ് ഇട്ടാണ്, ബാക്കി 3-4 ദിവസം നമുക്ക് അടുപ്പിച്ച് ലോസ് വരാണ്. അപ്പോൾ ഈ ലോസിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം? ലൈക്ക് നമുക്ക് ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടുമ്പോൾ അയാൾ അത്രയും ഹാപ്പി ആവാണ്. പിന്നെ ഒരു അടുപ്പിച്ചൊരു 3 അല്ലെങ്കിൽ 4 ട്രേഡ് നമ്മൾ ലോസ് കാണുമ്പം അയാൾ ഇമോഷണലി ഭയങ്കര വീക്കായി പോകും. അപ്പോൾ അയാൾ പിന്നെയും അത് നമ്മൾ ഒരു മാനേജ് ചെയ്യണമല്ലോ. അതൊരു മാനേജ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ വെറുതെ ട്രേഡ് ചെയ്തുകൊണ്ട് ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് പ്ലാൻ, ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് പ്ലാൻ ഉണ്ടോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. അതുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. മനസ്സിലായി? പലർക്കും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പലർക്കും എന്തില്ല, ഉത്തരവില്ല. അവര് റാൻഡം ആയിട്ട് മാർക്കറ്റിൽ കാണുന്ന ഓരോ പാറ്റേൺസും ഇതിലൊക്കെ പോയിട്ട് പൈസ ഇറക്കും, നഷ്ടപ്പെടും. എന്നിട്ട് ട്രേഡിങ്ങിനെ മാർക്കറ്റിനെ പറ്റിയിട്ട് കുറ്റം പറയും. മനസ്സിലായില്ലേ? അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് വേണ്ടത്. ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മീൻസ് എൻട്രി ആൻഡ് എക്സിറ്റ് പ്ലാൻ. പിന്നെ വേണ്ടത് ഒരു പ്രൂവൺ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ തന്നെ പല സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അതായത് ഒരു ട്രേഡിൽ 1% കൂടുതൽ, നമ്മുടെ എൻറ്റയർ ക്യാപിറ്റലിലെ 1% കൂടുതൽ നമ്മൾ ഒരിക്കലും റിസ്ക് ചെയ്യരുത്. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ് റിസ്ക് മാനേജ്മെന്റിൽ. രണ്ടാമത്തെ കാര്യം ഒരു ഫിക്സ്ഡ് റിസ്ക് ടു റേഷ്യോ. ഫിക്സ്ഡ് എന്നതിനേക്കാൾ ഉപരി ഒരു മിനിമം റിസ്ക് ടു റേഷ്യോ. ഇപ്പൊ എന്റെ ഒരു മിനിമം റിസ്ക് ടു റേഷ്യോ എന്ന് പറയുന്നത് 1:2, 1:2.5 ഒക്കെയാണ്. അങ്ങനത്തെ ഒരു ട്രേഡ് കിട്ടാണ് ഞാൻ എന്ത് ചെയ്യില്ല, മാർക്കറ്റിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇപ്പൊ എന്റെ എൻട്രി ആൻഡ് എക്സിറ്റ് പ്ലാൻ മാർക്കറ്റിൽ വന്ന് പക്ഷേ എനിക്ക് 1:2 കിട്ടിയില്ല, അല്ലെങ്കിൽ 1:2.5 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രേഡ് എടുക്കൂല. അപ്പൊ അതുപോലെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റിസ്ക് ടു റേഷ്യോ മസ്റ്റ് ആണ്. മനസ്സിലായില്ല? അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എന്ത് വേണ്ടത്, ഒരു റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം എന്നായിട്ട് പറയണത്. അപ്പോൾ ഈ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ എന്ത് ചെയ്യരുത്, ട്രേഡ് എടുക്കരുത്. അപ്പൊ നമുക്ക് ഇത്രയും ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് മാർക്കറ്റിൽ. അതായത് പിന്നെ അതേപോലെ തന്നെ ആക്യുറസി, അത് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. നമ്മൾ സ്ട്രാറ്റജിനെ പറ്റി പറഞ്ഞല്ലോ, ആ സ്ട്രാറ്റജിക്ക് ഒരു 1:2 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50% ആക്യുറസി ഉണ്ടെങ്കിൽ ഓവറോൾ നെറ്റ് പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും. മനസ്സിലായില്ല? അതിനൊരു കണക്ക് മാത്തമാറ്റിക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതേപോലെ ഒരു വിന്നിങ് റേഷ്യോ, ഒരു എന്താ പറയുക, ഒരു ആക്യുറസി ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ 1:1 ആണ് നിങ്ങളുടെ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു മിനിമം 70%, 80% ആക്യുറസി ഇല്ലാണ്ട് എന്താൻ പറ്റില്ല, പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോസ് വരും അവിടെ. മനസ്സിലായില്ല? ഒരു കൈൻഡ് ഓഫ് ബിസിനസ് പോലെ തന്നെയാണ് നമ്മൾ ട്രേഡിങ്ങിലും ഡീൽ ചെയ്യണത്. അപ്പോൾ നമുക്ക് ലോസ് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ കൺട്രോളിലാവണ ലോസ് ആയിരിക്കണം. അപ്പോൾ അതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ അജു മെൻഷൻ ചെയ്ത പോലെ ഇമോഷൻസ് വരില്ല അവിടെ. മനസ്സിലായില്ല? അങ്ങനെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഇമോഷൻസ് ഡെഫിനറ്റ്ലി വർക്ക്ഔട്ട് ആവില്ല. ഇമോഷൻസ് വരണത് പ്ലാൻ ഇല്ലാത്തവർക്ക് മാത്രമാണ്. മനസ്സിലായില്ല? അപ്പൊ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു ട്രേഡ് മാർക്കറ്റിൽ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മേക്ക് ഷുവർ ചെയ്യാം. ഇതിന് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ.